ഹായ് ഫ്രണ്ട്സ്, മത്തങ്ങ ഒത്തിരി ഗുണങ്ങളുള്ള ഒരു വെജിറ്റബിൾ ആണല്ലോ. നമ്മൾ സാധാരണയായിട്ട് അങ്ങനെ മത്തങ്ങ എടുക്കാറില്ല അല്ലേ. എന്നാൽ മത്തങ്ങ കൊണ്ട് നല്ല വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാം കേട്ടോ. നല്ല കറികൾ ഉണ്ടാക്കാം. അങ്ങനെയുള്ള 2 കറികളുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. ആദ്യം നമുക്കൊരു മത്തങ്ങ കൊണ്ടുള്ള കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ടൊരു 250 ഗ്രാം മത്തങ്ങ തോലൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അതൊരു കറിച്ചട്ടിയിലേക്ക് ഇട്ടു. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ആ മത്തങ്ങ വേവാൻ ആവശ്യമായ വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കണം. മത്തങ്ങ നന്നായിട്ട് വെന്ത് ഉടയണം കേട്ടോ. അപ്പോൾ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 5-6 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് തുറന്ന് നോക്കി. മത്തങ്ങയുടെ വെള്ളമൊക്കെ കുറേ വറ്റി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിങ്ങനെ സ്പൂൺ കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ മത്തങ്ങ ഫുള്ളായിട്ട് ഉടയ്ക്കണ്ട, എങ്കിലും കുറച്ച് തരിതരിയായിട്ട് കിട്ടണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ സ്പൂൺ വെച്ച് ആ മത്തങ്ങ ഒന്ന് തരിതരിയായിട്ട് നമുക്കൊന്ന് ഉടച്ചെടുക്കാം. നന്നായിട്ടൊന്ന് ഉടയ്ക്കണം. ഒരുപാട് കഷ്ണങ്ങളൊന്നും പാടില്ല കേട്ടോ. ഈ കറി അങ്ങനെയാണ്, കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത ഒരു കറിയാണ്. ഇത്രയും മതി. ഈ പരുവത്തിൽ നമ്മൾ ഉടച്ചെടുത്തിട്ടുണ്ട്. അതെല്ലാം അതിന് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതേ ചട്ടിയിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുകൊക്കെ പൊട്ടി തുടങ്ങിയ സമയത്ത് ഒരു 4-5 ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ മുളകും കൂടെ ഒന്ന് മൂത്ത് വരണം. മൂത്ത് വരുന്ന സമയത്ത് ഒരു 8 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി ഒന്ന് മൂത്ത് അതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി നല്ലൊരു മണമൊക്കെ വരും. അതുവരെ ഇതിനെ ഒന്ന് വഴറ്റി കൊടുക്കാം. വെളുത്തുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഒരു 10 അല്ലി ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചെറിയ ഉള്ളി ഒരുപാടൊന്നും വേണ്ട കേട്ടോ, വളരെ കുറച്ചുള്ളി മതി. വെളുത്തുള്ളിയും ഈ ചുവന്നുള്ളിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു 4-5 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അതൊന്ന് വഴന്ന് വരണം. ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് വഴന്ന് വരണം. വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഉപ്പും കൂടി ചേർത്ത് വേണം ഒന്ന് വഴറ്റാനായിട്ട്. അപ്പം പെട്ടെന്ന് ഉള്ളി വഴന്ന് കിട്ടും. നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം മത്തങ്ങയിൽ നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അരപ്പെല്ലാം ഒന്ന് വഴന്ന് വരണം. കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് പുളിവെള്ളം കൂടെ ചേർത്ത് അരപ്പൊന്ന് വഴറ്റാം. പച്ചമണമൊക്കെ ഒന്ന് മാറി അരപ്പൊന്ന് മൂത്ത് വരണം. മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഉടച്ചു വെച്ചിരിക്കുന്ന മത്തങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ ഇത്. ചോറിന് ഈ കറി മാത്രം മതി, വേറെ ഒരു കറിയും ഇതിൻ്റെ കൂടെ വേണ്ട. ബാക്കി പുളിവെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നമുക്ക് നോക്കാം. ഞാൻ ഉപ്പ് നോക്കി, ഉപ്പൊക്കെ കറക്റ്റായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഇനി നമുക്കിതിനെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. കുറച്ചും കൂടെ ഒന്ന് വെന്ത് കുറുകി വരണം, വറ്റി വരണം. ഇതിൻ്റെ പരുവം എന്ന് പറഞ്ഞാൽ വെള്ളം പോലെയല്ല ഈ കറി ഇരിക്കുന്നത് കേട്ടോ. ഒന്ന് കുറുകിയ പരുവത്തിലുള്ള കറിയാണേ. ഒഴിച്ചാൽ അവിടെ തന്നെ നിൽക്കണം, ഓടിപ്പോകരുത്. അങ്ങനെയുള്ള ഒരു കറിയാണിത്. കണ്ടോ, നല്ല വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പരുവം. അങ്ങനെ അടിപൊളി ഒരു കറി ഇവിടെ റെഡിയായി. ഇനി മത്തങ്ങ കൊണ്ടുള്ള വേറൊരു കറിയാണ്. നല്ല അടിപൊളി കറിയാണ് ഇത്. മത്തങ്ങയും വൻപയറും കൂടി ഉടച്ച് കറിയാണ് കേട്ടോ, ഒരു ഉടച്ച് കറി. എരിശ്ശേരി അല്ല, ഉടച്ച് കറി.
ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും, മുതിർന്നവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പോൾ അതിനായിട്ട് ഒരു കുക്കറിലേക്ക് ഒരു അരക്കപ്പ് വൻപയർ കുതിർത്തത് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 250 ഗ്രാം മത്തങ്ങയും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് വേകാൻ ആവശ്യമായ വെള്ളവും കൂടെ ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇത്രയും വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് നമുക്ക് സ്റ്റൗവിലേക്ക് മാറ്റി ഒരു 3-4 വിസിൽ ഒക്കെ ആകുമ്പോഴേക്കും ഇത് വെന്ത് വരും കേട്ടോ. അപ്പോൾ അതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ അരപ്പെന്ന് പറയുന്നത് ഒരു മുറി തേങ്ങയുണ്ട്, 1/2 ടീസ്പൂൺ ജീരകം, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അരപ്പ്. ഇത് നമുക്കൊന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കണം. നമ്മൾ അവിയലിന് അരയ്ക്കുന്നേക്കാളും കുറച്ചും കൂടെ അരയണം, എന്നാൽ ഒരുപാട് അങ്ങ് അരഞ്ഞു പോകാനും പാടില്ല. നമ്മുടെ മത്തങ്ങയും പയറും ഒക്കെ നല്ല വെന്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ ഇതൊന്ന് സ്പൂൺ വെച്ചൊന്ന് ഉടച്ചു കൊടുക്കുക. ഒരുപാട് ഉടയ്ക്കണ്ട, ചെറിയ ചെറിയ കഷ്ണങ്ങൾ വേണം കേട്ടോ മത്തങ്ങയുടെ. കുറച്ചൊന്ന് ഉടച്ചു കൊടുക്കുക. അതിന് ശേഷം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ആ അരപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കാം. ഉപ്പ് ഞാൻ നോക്കിയപ്പോൾ ലേശം കുറവായിട്ട് തോന്നി. അപ്പം ലേശം ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. ഇപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഒന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് തിളക്കട്ടെ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് പാത്രത്തിലിരുന്ന് തന്നെ കുറച്ചും കൂടെ കുറുകി വരും കേട്ടോ. ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉണക്കമുളകും കടുകും കറിവേപ്പിലെല്ലാം കൂടെ താളിച്ചൊഴിച്ച് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ 2 കറികളും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.